ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് Realme X7 Max സ്മാർട്ട്ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അൺബോക്സിംഗ് ബേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബോക്സ് ഉണ്ട്, നമ്മുടെ സ്മാർട്ട്ഫോണിന്റെ ബോക്സ് ഉണ്ട്. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അൺകവർഡ് എക്സ്ട്രാ ഓർഡിനറി സ്പീഡ് എന്ന് പറഞ്ഞ് റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് കാണാം. സോ നമ്മളത് അതിനകത്താണ് നമ്മുടെ കേസ് വരുന്നത്. പിന്നെ കുറച്ച് ഡോക്യുമെന്റേഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ഫോൺ കാണാം. തൽക്കാലം നമുക്ക് സ്മാർട്ട് ഫോൺ എടുത്ത് സൈഡിൽ വെക്കാം. കാരണം നമ്മുടെ കേസ് നമുക്ക് ഇട്ട് നോക്കാം, ട്രൈ ചെയ്ത് നോക്കണം എങ്ങനത്തെ ക്വാളിറ്റി ഉള്ള കേസ് ആണോ ഇല്ലെന്ന്. ഓക്കെ, നമ്മുടെ ബോക്സിനകത്ത് നമുക്ക് 65 വാട്ടിന്റെ അഡാപ്റ്ററും കിട്ടുന്നുണ്ട്, USB കേബിളും കിട്ടുന്നുണ്ട്. സോ നമുക്ക് ബോക്സ് മാറ്റി വെച്ച് നമുക്ക് ഫോൺ കയ്യിലെടുക്കാം. സോ ഫോൺ കയ്യിലെടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അതിൻ്റെ ഹാൻഡ് ഫീലാണ്. സോ ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഫീലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. കാരണം അത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് Realme X7 Max. ഓക്കെ, സോ നമ്മുടെ ഈ ഇൻ ഹാൻഡ് ഫീലൊക്കെ നോക്കുകയാണെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ആണ്. ബാക്ക് സൈഡിൽ മാറ്റ് ഫിനിഷ് ആണെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഒരു ഗ്ലോസി ലൈൻ എൻ്റെ ബാഗിൽ കൂടെ പോകുന്നുണ്ട്. 179 ഗ്രാംസ് ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. സോ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആണ്. 190 വരുന്ന സ്മാർട്ട് ഫോൺസ് ഒക്കെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഡിസ്കംഫർട്ട് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം അത്രയും ലൈറ്റ് വെയിറ്റും കൂടെ ആയതുകൊണ്ട് ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടെയാണ് Realme X7 Max. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിൽ മൈക്ക് വരുന്നുണ്ട്. നമ്മുടെ സൈഡ് ലെഫ്റ്റ് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സിം ഇജക്ഷൻ്റെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീസ് കാണാം. താഴെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക്, USB Type-C ആൻഡ് സ്പീക്കർ ഗ്രിൽ. റൈറ്റ് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഗോൾഡൻ ആക്സെൻറ്റിലൊക്കെ ഉള്ള ഒരു പവർ ബട്ടനോടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ അത് നല്ലൊരു ടച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസിനെ പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി കേസാണ് ബോക്സിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫോൺ കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ബിൽഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ബട്ട് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് നമ്മൾ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ആണെങ്കിലും ഈ ഒരു സ്മാർട്ട് ഫോൺ മാറ്റ് ഫിനിഷ് പ്ലസ് ഗ്ലോസി ആയിട്ടാണ് പറഞ്ഞത്. ചെറിയൊരു പോർഷൻ മാത്രമേ ഗ്ലോസി ആയിട്ട് വരുന്നുള്ളൂ. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ സ്ക്രാച്ചസും ആ ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് ഗ്ലോസി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതും മാറ്റ് ആക്കാണ്ടായിരുന്നു. എന്നാലും റിയൽമി അവരൊരു സ്റ്റൈലിന് വേണ്ടി ഗ്ലോസി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഈസി ആയിട്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയുന്നില്ല ഈ ഒരു സ്മാർട്ട് ഫോണിൽ. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അത്രയും നമ്മുടെ ഈ സ്ക്രാച്ചസ് ഒന്നും വീഴാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. ഗ്ലാസിൻ്റെ ആ ഒരു നമ്മൾ അറിയാൻ പോകുന്നില്ല. കാരണം നമ്മൾ എന്തായാലും കേസ് ഇട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല, ഗ്ലാസോ പ്ലാസ്റ്റിക്കോ. കാരണം നമ്മൾ എന്തായാലും ഒരു കേസ് യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ കേസ് യൂസ് ചെയ്യാത്തവർക്ക് അതങ്ങ് ഫീൽ ചെയ്യാൻ പറ്റും. ചെറുതായിട്ടൊരു ചീപ്പ് ഫീലിംഗ് നമുക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ബേസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ വേരിയൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 കളറിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. മെർക്കുറി സിൽവർ, ആസ്ട്രോയിഡ് ബ്ലാക്ക് ആൻഡ് മിൽക്കി വേ. ഈ 3 കളേഴ്സിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു റിവ്യൂ പർപ്പസിന് വേണ്ടി നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന കളർ എന്ന് പറയുന്നത് മെർക്കുറി സിൽവർ ആണ്. സോ ഈ 2 കളർ ഓപ്ഷൻസിലൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ. 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ സപ്പോർട്ടുണ്ട്. 120 Hz ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല 360 Hz ടച്ച് സാമ്പിളിങ്ങും ഈ ഒരു ഡിസ്പ്ലേയിലുണ്ട്. അപ്പോൾ ഗെയിമേഴ്സിനൊക്കെ ഇതൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് 360 Hz ടച്ച് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ 240 Hz 360 ചെറിയൊരു വ്യത്യാസം നമുക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഡിസ്പ്ലേയുടെ സ്മൂത്ത്നെസ് കുറച്ചുകൂടെ കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചറും കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഫീച്ചർ നമുക്ക് നല്ലൊരു ബെനിഫിറ്റിലായിട്ട് യൂസ് ചെയ്യാം. ബട്ട് ബാറ്ററിക്ക് നമുക്കത് അഫക്റ്റ് ചെയ്യുന്നതാണ്.
ഈ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ടോപ്പ് കോർണറിലാണ് നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയും വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു മോഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല ഡീപ്പർ ബ്ലാക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതിനൊരു സൗണ്ട് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്. മീൻസ് സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ അവിടെ കാണാൻ കഴിഞ്ഞില്ല. അതായത് മേളത്തെ സ്പീക്കർ വരുന്ന ഇയർ പീസാണ് സ്പീക്കറായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ്സ് ഓക്കെ. സോ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 64 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിൻ്റെ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ സോണി IMX682 സെൻസറാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ ഒരു മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് വരുന്നത് 4K at 60 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് പറ്റുന്നതാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ X7 Pro ആയിട്ട് നമ്മൾ നേരത്തെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു X7 Proൻ്റെ ആ ഒരു സ്മാർട്ട് ഫോണായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഡൗൺ ഗ്രേഡ് ആണ് സെൻസർ. അതിൻ്റെ സെൻസർ നോക്കുകയാണെങ്കിൽ സോണിയുടെ IMX686 ആയിരുന്നു, ഇത് 682 ആണ് വരുന്നത്. നമുക്ക് ഇവിടെ വരുന്ന സെൻസർ വരുന്നത്. സോ 686 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് കളേഴ്സിലൊക്കെ കുറച്ച് ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുമാത്രമല്ല നമുക്കിവിടെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് അത്ര യൂസബിൾ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് അല്ല. ഡീസൻ്റ് ആണ്, ബട്ട് 12 മെഗാ പിക്സൽ വരെയൊക്കെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് എല്ലാവരും. എങ്കിൽ ഇതൊരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. 2 മെഗാ പിക്സലിൻ്റെയും അതുപോലെ തന്നെയാണ്, ഡീസൻ്റ് ആണ്, ഓക്കെയാണ്, യൂസ് ചെയ്യാം. ബട്ട് അത്രയും നല്ലൊരു പെർഫോമൻസ് അല്ല ഈ ഒരു 2 മെഗാ പിക്സൽ തരുന്ന. ഒരു 5 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടിയേനെ. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഷൂട്ടറാണ് വരുന്നത്, ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടിൽ. അത് ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു ഫ്രണ്ട് ഷൂട്ടർ നമുക്ക് തരുന്നത്. ഓവറോൾ നമ്മൾ ക്യാമറ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ക്യാമറ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാമർ ടോണാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഷാർപ്പനിങ് കൊണ്ടായിരുന്നു, അതൊരു OT അപ്ഡേറ്റ് വഴി അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരൊരു വാമർ ടോണാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ നമുക്ക് തരുന്നത്. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസിനെ ഇവിടെ കുറച്ച് സാമ്പിൾസ് കാണിക്കുകയാണ്. സോ ആ ഒരു സാമ്പിൾസൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നത്. വാർമർ ടോണാണ്, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വാർമർ ടോണാണ് ഇതിൻ്റെ ഒരു ക്യാമറാസിൽ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിലും നമുക്ക് യൂസബിളാണ്. നല്ല ക്വാളിറ്റി ഇല്ലെന്നല്ല, നമ്മൾ X7 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡൗൺ ഗ്രേഡ്സ് ഉണ്ട്. അത് മാത്രമല്ല വാർമർ ടോണാണെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ആണ് ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4500 mAh ഒരു ബാറ്ററിയാണ് നമുക്ക് തരുന്നത്. സോ അത്യാവശ്യം 1 day ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പാണ്. ഇത്രയും mAh നമുക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല 50 വാട്ടിൻ്റെ നമുക്ക് സൂപ്പർ ഡാർട്ട് ചാർജർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബോക്സിൽ 65 വാട്ടാണ് നമുക്ക് കിട്ടുന്നത്. എങ്കിൽ നമുക്ക് 50 വാട്ട്സിൻ്റെ സപ്പോർട്ടിങ് മാത്രമേ ഉള്ളൂ. 65 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിലും 50 വാട്ട് വരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് എനിക്കറിയില്ല, റിയൽമി വല്ല ബിസിനസ് ട്രിക്കുമായിരിക്കും നമുക്കിങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. കാരണം 15 മിനിറ്റിൽ തന്നെ 50% ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ചാർജ് ആവുന്നുണ്ട്. അതുമാത്രമല്ല 55 മിനിറ്റ്സിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ഫുൾ ചാർജും ആവുന്നു. അങ്ങനെ ഓവറോൾ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അത്യാവശ്യം ഫാസ്റ്റുമാണ്, നല്ല ബാറ്ററി ബാക്കപ്പും ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചിപ്സെറ്റാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഡയമൻസിറ്റിയുടെ 1200 5G പ്രോസറാണ്. ഈ ഒരു ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലോക്ക് സ്പീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3.0 GHz ആണ് ഇതിൻ്റെ ടോപ്പ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. അതുപോലെ തന്നെ 6 nm ആർക്കിടെക്ചറിൽ ബേസ് ചെയ്ത ഒരു ചിപ്സെറ്റാണ്. ഇതൊരു GPU നോക്കുകയാണെങ്കിൽ ARMൻ്റെ G77 MC9 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് GPU. അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. അതായത് നമുക്ക് 878 ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പെർഫോമൻസും GPU പെർഫോമൻസൊക്കെ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ UFS 3.1 ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ LPDDR4X ടൈപ്പാണ് റാം വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ LPDDR5 കൊടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചിപ്സെറ്റാണ്. ചിപ്സെറ്റിൽ LPDDR5ൻ്റെ സപ്പോർട്ട് വരുന്നില്ല. 4X വരെയാണ് മാക്സിമം ആയിട്ട് ഡയമൻസിറ്റി 1200 സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 7 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. സോ
ബാക്കിയുള്ള കുറച്ച് സ്മാർട്ട് ഫോൺസിലൊക്കെ, അതായത് പോക്കോ F3 GTയിലൊക്കെ നോക്കുകയാണെങ്കിൽ 2 5G ബാൻഡ്സേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 7 5G ബാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ 5G സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്, Wi-Fi 6 വരുന്നുണ്ട്, NFC ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ. സോ മൊത്തത്തിൽ നമ്മൾ പെർഫോമൻസ് ആൻഡ് കണക്ടിവിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്നുണ്ട്. ഓവറോൾ നല്ലൊരു പാക്കേജാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 90 FPS BGMI ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ചിപ്പ് സെറ്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. കളിക്കാനുള്ള ഓപ്ഷനും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ OSൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് Realme UI 2.0 ആണ് നമുക്ക് വരുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ്. Android 11 ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലൂടെ കിട്ടുന്നത്. Realme UI നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്താണ്. ബട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ആഡ്സും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾ Realme UI അല്ലെങ്കിൽ ഓപ്പോ, വിവോ അങ്ങനത്തെ സ്മാർട്ട് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ബ്രൗസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്ത് കളയുക. അതിൽ നിന്നാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസ് മിക്കവാറുള്ള BBK സ്മാർട്ട് ഫോൺസിൽ നിന്ന് വരാറുള്ളത്. സോ അതങ്ങ് ഡിസേബിൾ ചെയ്ത് കളയാം. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ കാര്യം നമുക്ക് അവിടെ തീർന്നു. അല്ലാതെ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ആയിട്ട് പിന്നെ കണ്ടില്ല. അതുമാത്രമല്ല, ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് ഷെയ്ഡി ആപ്ലിക്കേഷൻസ് ഞാൻ കണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാമായിരുന്നു. സോ അതൊന്നും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഓവറായിട്ട് ഇല്ല. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ബ്ലോട്ട് വൈസ് അങ്ങനെ ഓവറായിട്ടില്ല. സ്മൂത്താണ്, ക്ലീൻ ആണ്, നല്ല UI തന്നെയാണ് Realme UI. അതുമാത്രമല്ല ഇതിൻ്റെ ഫേസ് ഐഡൻറ്റിഫിക്കേഷനും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഫാസ്റ്റ്നെസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുന്നെങ്കിലും അത് ഓണായി വരുന്നുണ്ട്. അത്രയും സെക്യൂർ അല്ല ഫേസ് ഐഡൻറ്റിഫിക്കേഷൻ. ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ OS നമുക്ക് വെർച്വൽ റാമിൻ്റെ ഫീച്ചർ നമുക്ക് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സ്റ്റോറേജിൽ നിന്ന് റാമായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 8 GB റാമുള്ള വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് വെർച്വൽ റാമായിട്ട് 2, 3, 5 അങ്ങനെ 3 വേരിയൻസ് ഉണ്ട്. നമുക്ക് 2 GB റാമായിട്ട് കൂട്ടാൻ പറ്റും, 3 GB റാം കൂട്ടാൻ പറ്റും, 5 GB റാം, മാക്സിമം 5 GB റാം വരെ ലിമിറ്റ് ഉണ്ട്, നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബട്ട് യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂസ് അങ്ങനെ വരാൻ പോകുന്നില്ല. ബട്ട് നിങ്ങളൊരു പ്രോ ഗെയിമറാണ്, നിങ്ങൾക്ക് ഇത്രയും റാമിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയാനുള്ളത്, നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ വേണം 25,000 25 to 30,000 അകത്തുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം. നല്ല ക്യാമറ, ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ്, നല്ല ഗെയിമിംഗ് പെർഫോമൻസ് വേണം, നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡെഡിക്കേറ്റഡ് റിവ്യൂ നമ്മൾ ഈ ഒരു ചാനൽ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ നമുക്ക് ക്യാമറയിലെയും ഗെയിമിൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.